ഒന്ന് രണ്ട് വെള്ളിയാഴ്ചകളിൽ മുഹറമിൻ്റെ ചരിത്രമായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. മുഹറം മാസത്തിൽ കാര്യമായിട്ട് ചരിത്രം പറയാനുണ്ട്. അത് മുഹറമുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. അതിൻ്റെ ഭാഗമായി മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിയുടെ ചരിത്രവും പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം നടത്തിയ തൗഹീദി മുന്നേറ്റങ്ങളിൽ അവിടെ നിന്ന് വിജയം വരിച്ച മഹത്തായ ചരിത്രവുമെല്ലാം നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയുടെ ചരിത്രം. ഹിജറ നടന്നത് മുഹറം മാസത്തിലല്ലെങ്കിൽ പോലും തഖ്വീമുൽ ഹിജ്രി, ഹിജറ വർഷ കലണ്ടർ രൂപപ്പെടുന്നത് മുഹറമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുന്നത് ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം കൂടി മുഹറമിനുണ്ട് എന്നെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. ഇതെല്ലാം തന്നെ മുഹറമിൻ്റെ ചരിത്ര ഭാഗങ്ങളാണ്. എന്നാൽ മുഹറം ചരിത്രം വിശദീകരിക്കുമ്പോൾ വളരെ സുപ്രധാനമായ അധ്യായമാണ് കർബല എന്ന് പറയുന്നത്. പലരും കർബലയെ അവഗണിക്കാറാണ് പതിവ്. ചില ആശങ്കകളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകും എന്നതിനാൽ കർബലയെ അവഗണിക്കുന്നു. എന്നാൽ ആ അർത്ഥത്തിൽ കർബലയെ അവഗണിക്കുവാൻ ന്യായങ്ങളില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ വിമോചനപരവും ഇസ്ലാമിൻ്റെ സാമൂഹികവുമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ആളുകൾക്ക് ലളിതമായി മനസ്സിലാകുവാൻ കർബല നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. കർബല വർഷത്തിൽ ഒരു തവണയെങ്കിലും അതിൻ്റെ ചരിത്രബോധത്തോടുകൂടി അനുസ്മരിക്കണം. അതിന് മതപരമായ പ്രാധാന്യമുണ്ടെന്നൊന്നും പറയുന്നില്ല, അതൊരു വിഭാഗത്തിൻ്റെ വിശ്വാസം മാത്രമാണ്. പക്ഷെ അതിന് ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ചരിത്രപരമായ പാഠങ്ങളും കർബലയിലുണ്ട്. ആ അർത്ഥത്തിൽ കർബലയെ നമ്മൾ എല്ലാ വർഷവും അനുസ്മരിക്കാറുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക പരിതസ്ഥിതികളെ മുൻനിർത്തിക്കൊണ്ട് കർബലയെ അനുസ്മരിക്കുക എന്നതാണ് പ്രധാനം. മുഹറം 10-നായിരുന്നു ആ സംഭവം ഉണ്ടായത് നമുക്കറിയാം. ഇന്നത്തെ ദിവസം നമ്മൾ കർബല അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന യമനിലെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുത്ബയുടെ അവസാനം പറയാം. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം ഹിജറാനന്തരം, ഹിജറയെ സംബന്ധിച്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, ഹിജറാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ ഒരു വ്യവസ്ഥാപിതമായ ഇസ്ലാമിക സാമൂഹിക ഘടന രൂപം കൊണ്ടു എന്നുള്ളതാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ സാമൂഹിക ഘടനയാണ് എന്നതോടൊപ്പം തന്നെ ബഹുസ്വരതയുടെയും മാനവികതയുടെയും ഏറ്റവും വലിയ പ്രകാശനം കൂടിയായിരുന്നു ഹിജറാനന്തരം മദീനയിൽ രൂപം കൊണ്ട സാമൂഹിക ഘടന, അതല്ലെങ്കിൽ ഖിലാഫ എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്, വ്യവസ്ഥാപിതമാണ്. പിൽക്കാലക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണം സാമൂഹിക മണ്ഡലങ്ങളിൽ ഉണ്ടാവണം എന്ന് തെളിയിക്കുന്ന ഒരു ഭരണഘടന കൂടി മദീന രാഷ്ട്രത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭരണഘടനയിൽ വസീഖത്തുൽ മദീന എന്നാണ് അതറിയപ്പെടുന്നത്. എഴുതി ചേർത്തു, ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും. ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവരുടെ വിശ്വാസമനുസരിച്ചും മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ചും മദീനയിൽ ജീവിക്കാനുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യമുണ്ടാവുമെന്ന വസീഖത്തുൽ മദീനയിൽ, മദീന ഭരണഘടനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ചേർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജനാധിപത്യത്തിലും കൂടിയാലോചനയിലും അധിഷ്ഠിതമായ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു സാമൂഹിക ഘടനയായിരുന്നു മദീനയിൽ ഹിജറാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിയർപ്പും രക്തവും നൽകി സംരക്ഷിച്ച ഖിലാഫത്തിന് പതിറ്റാണ്ടുകളുടെ ആയുസ് മാത്രമേ ലഭിച്ചുള്ളൂ.
സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം കപടന്മാരുടെയും ജൂതന്മാരുടെയും നിരന്തരമായ ഗൂഢാലോചനയുടെ ഫലമായി ഇസ്ലാമിന്റെ സാമൂഹിക വ്യവസ്ഥിതി രാജവാഴ്ചയിലേക്ക് വഴിമാറി. 4 ഖലീഫമാർ പ്രവാചകന് ശേഷമുണ്ടായി. മഹാനായ സയ്യിദുന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. അവരെ പറയാതെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ല. ഖുത്ബയുടെ അവസാനത്തിലും അവരുടെ പേരിൽ തർലിയത്ത് ചൊല്ലിക്കൊണ്ടാണ് നാം ഖുത്ബ അവസാനിപ്പിക്കുന്നത്, ഓരോ ഖുത്ബകളും അവസാനിപ്പിക്കുന്നത്. അതാണ് സ്വഹാബിമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ 4 സ്വഹാബിമാർ നേതൃത്വം നൽകിയ ഖിലാഫത്തുർ റാഷിദ അത് നിലനിന്നു എന്നുള്ളതാണ്. പക്ഷേ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഖിലാഫത്തുർ റാഷിദയുടെ സ്ഥാനത്ത് രാജവാഴ്ച വന്നു. അന അവ്വലു മലിക്കിൻ ഫിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലെ ആദ്യത്തെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക സാമൂഹിക ഘടനയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരുക്കായിരുന്നു രാജവാഴ്ചയുടെ അഥവാ മുലൂക്കിയത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അധികാരത്തിൽ വന്നവർ സ്വന്തം പിതാക്കളിൽ നിന്ന് അനന്തര സ്വത്തെന്നതുപോലെ അധികാരം കടമെടുക്കുന്ന, അതല്ലെങ്കിൽ ദായധനമായിട്ട് എടുക്കുന്നത് പോലെ എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്രകാരം അധികാരം ഇങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അനന്തരമായിട്ട് ഇന്നും അറബ് രാഷ്ട്രങ്ങളിൽ മിക്ക രാഷ്ട്രങ്ങളിലും കൈകാര്യം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അധികാരത്തിൽ വന്നവർ നടപ്പിലാക്കിയ രീതി അതായിരുന്നു ഈ രാജവാഴ്ചയുടെ രീതി. രാജവാഴ്ചയാണ് പിന്നീട് നടമാടിയത് എന്നുള്ളതാണ്. അമീർ മുആവിയയുടെ അനന്തരഗാമിയായി മുസ്ലിം നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് വളർന്ന സാത്വികരും മതഭക്തരുമായ സ്വഹാബിമാർക്കൊരിക്കലും ദഹിക്കാത്ത സുഖലോലുപനും അധികാര ദുർവിനിയോഗിയുമായ യസീദായിരുന്നു. ഒരു ജാഹിലിയ അറബി യുവാവിൽ പ്രകടമാവുന്ന എല്ലാ തിന്മകളും യസീദിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാ ചരിത്രം പറയുന്നത്. സുഖലോലുപതയും ദുർനടപ്പും കൊണ്ട് വളരെ മോശമായിട്ടുള്ള അധാർമികമായിട്ടുള്ള ഒരു ചിത്രമാണ് യസീദിനെ കുറിച്ച് അന്നുണ്ടായിരുന്നത്. അതായിരുന്നു യസീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യസീദിനെ ബൈഅത്ത് ചെയ്യാൻ പ്രമുഖരായ പല സ്വഹാബിമാരും കൂട്ടാക്കിയില്ല. യസീദിനെ നേതാവായിട്ട് അംഗീകരിക്കാൻ പ്രമുഖരായ സ്വഹാബിമാരൊന്നും കൂട്ടാക്കിയില്ല. ഖിലാഫത്തുർ റാഷിദയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയും ഇൽമും ഉള്ളവരാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാകേണ്ടതെന്ന അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അതുപോലെ ഹുസൈൻ ഇബ്നു അലി. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും ഇവരെല്ലാം യസീദിനെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ച പ്രമുഖരായ സ്വഹാബിമാരായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിന്റെയോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ ഇവരുടെ ബൈഅത്ത് ചെയ്യായ്മ മുആവിയക്കോ യസീദിനോ ഒരു പ്രശ്നമായി തോന്നിയില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനും ഇസ്ലാമിക സമൂഹത്തിന്റെ കണ്ണിലുണ്ണിയുമായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്തിന് വേണ്ടി അവരെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇറാഖിൽ നിന്ന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ നിരന്തരമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. എന്തായിരുന്നു ആ കത്തിലെ ഉള്ളടക്കമെന്ന് പറയുന്നത്? 1800ഓളം വരുന്ന കൂഫക്കാർ താങ്കൾ ഖലീഫയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. നല്ലൊരു ഖിലാഫത്ത് ഇറാഖിൽ കൂഫയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്താം. 1800 പേരെ അങ്ങയെ സംരക്ഷിക്കാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. അൽ കൂഫിയു ലാ യൂഫി, കൂഫക്കാർ വാക്കുപാലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന പല സ്വഹാബിമാരും ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയട്ടെ, അത് ഉൾക്കൊള്ളാൻ ഹുസൈൻ റളിയല്ലാഹു സന്നദ്ധനായില്ല. അധർമ്മിയായ യസീദിന്റെ ഏകാധിപത്യത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കാനുള്ള സുവർണാവസരമായിട്ട് അദ്ദേഹം കൂഫയിൽ നിന്നുള്ള ഈ വാഗ്ദാനത്തെ കണ്ടു എന്നുള്ളതാണ്.
ഒരവസരം ലഭിച്ചാൽ സാമൂഹിക മാറ്റത്തിന് പരിശ്രമിക്കണം. കാരണം ഖിലാഫത്തിനെ രാജവാഴ്ചയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനാധിപത്യപരവും ശൂറാപരവുമായിട്ടുള്ള മുഖം തകർത്തുകൊണ്ട് ഏകാധിപത്യ പ്രവണതകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഭരണകൂടങ്ങൾ, ഭരണത്തിന് നേതൃത്വം നൽകുന്ന നായകന്മാർ അധർമ്മികളും സുഖലോലുപരുമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ തിരുത്തേണ്ടതുണ്ട്. അധർമ്മിയായ യസീദിന്റെ ഏകാധിപത്യത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കാനുള്ള സുവർണാവസരമായി കൂഫയിൽ നിന്നുള്ള കത്തുകളെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ്. അത് അല്ലാഹു തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അധർമ്മം നടമാടുമ്പോ, അനീതി നടമാടുമ്പോ നിങ്ങൾ നിശബ്ദരാവാൻ പാടില്ല, നിങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കണം. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ ബിൽദാനി الذين يقولون ربنا اخرجنا من هذه القرية الظالم اهلها واجعل لنا من لدنك سلطانا وليا واجعل لنا من لدنك نصيرا. അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. സൂറത്തുൻ നിസാഇൽ 75-ാം വചനത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്? വൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ ബിൽദാൻ, ദുർബലരായ പുരുഷന്മാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, അല്ലാഹുവേ ഇന്നാട്ടുകാർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മാർഗത്തിൽ വജഅൽ ലനാ മിൻ ലദുൻക വലിയ്യം വജഅൽ ലനാ മിൻ ലദുൻക നസീറാ, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷ, നിന്റെ അടുക്കൽ നിന്ന് പടച്ചവനെ സഹായം, അല്ലാഹുവേ നിന്റെ രക്ഷാധികാരം പടച്ചവനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദുർബല സമൂഹത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ പോരാടുന്നില്ല എന്ന ഖുർആനിക വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂഫയിലേക്കുള്ള പുറപ്പാടെന്ന് പറയുന്നത്. ഒരു യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, പക്ഷേ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. കൂഫയിലേക്കുള്ള യാത്രാമധ്യേ ഫറസ്ദഖ് എന്ന പേരുകേട്ട അമവി കവിയാണ്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. കൂഫയിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് ഹുസൈൻ റളിയല്ലാഹുവിനെ ചോദിക്കുമ്പോ ഫറസ്ദഖ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഖുലൂബുൻ നാസി മഅക വസുയൂഫുഹും മഅ ബനി ഉമയ്യ വന്നാസു അബീദുൽ മാലി വന്നസ്റു മിൻ ഇൻദില്ലാഹ്. ഖുലൂബുൻ നാസി മഅക, ആളുകളുടെ ഹൃദയം നിന്റെ കൂടെയാണ്, ജനങ്ങൾക്ക് നിന്നോട് സ്നേഹമുണ്ട്, താങ്കളോട് സ്നേഹമുണ്ട്, കാരണം താങ്കൾ പ്രവാചകന്റെ പൗത്രനാണ്, അതിലുപരി സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. ആ നിലയ്ക്ക് പ്രവാചക പൗത്രൻ എന്ന നിലയ്ക്കും സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്ന പോരാളി എന്ന നിലയ്ക്കും ജനങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ കൂടെയാണ്. പക്ഷേ വസുയൂഫുഹും മഅ ബനി ഉമയ്യ, അവരുടെ വാളുകൾ അമവികളുടെ കൂടെയാണ്. വന്നാസു അബീദുൽ മാലി വന്നസ്റു മിൻ ഇൻദില്ലാഹ്, ജനങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്, അവരെ സമ്പത്തിന്റെ, അധികാരത്തിന്റെ അടിമകളായിട്ട് മാറും. എന്നാൽ നിരാശപ്പെടേണ്ട, സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. യസീദിന്റെ ഗവർണർ ഇബ്നു സിയാദിന്റെ അധികാരഗർവിനെ പേടിച്ച ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ യസീദിന്റെ ഏറ്റവും അടുത്ത സൈന്യാധിപന്റെ സായുധ ശൈലിയെ ഭയപ്പെട്ട ജനത സത്യത്തെ മാറ്റി നിർത്തി അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന പ്രദേശത്തെത്തുമ്പോ ഇബ്നു സിയാദ് നിയോഗിച്ച ഹുർർ ഇബ്നു യസീദ് ഹുസൈൻ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. അമവി സൈന്യത്തിന്റെ പോരാട്ടം താങ്കളെ മരണത്തിലേക്ക് നയിക്കും, താങ്കൾ തിരിച്ചു പോകണം. ഇബ്നു സിയാദ് പറയാ, ഇബ്നു സിയാദ് നിയോഗിച്ച ഹുർർ ഇബ്നു യസീദ് ഹുസൈൻ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി പറയാണ്, താങ്കൾ തിരിച്ചു പോകണം. അമവി സൈന്യം ശക്തമായിട്ട് പോരാടും, അത് താങ്കളെ അടക്കം താങ്കളുടെ കൂടെയുള്ള എല്ലാവരെയും മരണത്തിലേക്ക് നയിക്കും, അതുകൊണ്ട് മടങ്ങണം. ഈ ഘട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ പിന്മാറുന്നില്ല. ഹുസൈൻ റളിയല്ലാഹുവിനെ പാടി, സഅംലി വമാ ബിൽ മൗതി ആറുൻ അലൽ ഫതാ ഇദാ മാന വഹഖൻ വജാഹദ മുസ്ലിമാ വആസർ റിജാലു സ്വാലിഹീന ബിനഫ്സിഹി വഫാറക ഖൗഫൻ യഈശ വയർഗമാ. സഅംലി വമാ ബിൽ മൗതി ആറുൻ അലൽ ഫതാ, പിന്മാറുന്ന പ്രശ്നമില്ല. മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുവാവിന് അപമാനമല്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ആ യുവാവ് സത്യം വിജയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ, മുസ്ലിമായിട്ട് പോരാടുക എന്നതാണ്, രക്തസാക്ഷിയാവുക എന്നതാണ് ആ ചെറുപ്പക്കാരൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ, മരണം ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അപമാനമുള്ള കാര്യമല്ല. സജ്ജനങ്ങളായ ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് മാതൃകയാവുകയായിരുന്നു. ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തോടുള്ള ദുനിയാവിനോടുള്ള പ്രേമം കൊണ്ട് പിന്മാറുക എന്ന് പറയുന്നത് മാതൃകയാവാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരന്റെ അടയാളമല്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് എടുത്തു വെച്ച കാല് പിന്നോട്ടെടുത്തു വെക്കുന്ന പ്രശ്നം ഇല്ല. എണ്ണം കൊണ്ട് ഒരു നിലക്കും മാച്ചുള്ള ഒരു പോരാട്ടമായിരുന്നില്ല കർബല. 72 ആളുകളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. സൈനികരെന്നവരെ കുറിച്ച് പറയുക സാധ്യമല്ല. കാരണം അവരുടെ കൂടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, ആയുധക്കോപ്പുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ അവരോട് നേരിട്ടത് സായുധധാരികളായ 4000 ഇബ്നു സിയാദിന്റെ കിങ്കരന്മാരായിരുന്നു. യസീദ് അയച്ച ഇബ്നു സിയാദിന്റെ 4000 കിങ്കരന്മാരായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 70ഓളം നിരായുധരായ ആളുകളോട് നേരിട്ടത് എന്നുള്ളതാണ്. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിലെ ഓരോരുത്തരെയും നിഷ്പ്രയാസം കൊലപ്പെടുത്തി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം അവശേഷിച്ചു എന്നുള്ളതാണ്. പ്രവാചക പൗത്രനെ നേരിടാൻ കഴിയാതെ ഓരോരുത്തരും മാറിപ്പോവുകയായിരുന്നു. പക്ഷേ ഇബ്നു സിയാദ് പ്രകോപിതനായി. ഈ ഘട്ടത്തിലാണ് ഒരു സംഘം ആര് വധിക്കണമെന്നറിയാതെ ആട്ടിൻകുട്ടിയെ കണ്ട ചെന്നായ്ക്കളെ പോലെ ഇങ്ങനെ ആര് വധിക്കണം, ആര് തുടങ്ങണമെന്നറിയാതെ പരിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സേനാനായകൻ ഇബ്നു സിയാദ് എന്തേ ഹുസൈനെ വധിക്കാത്തത് എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത്. ആ അട്ടഹാസം കേട്ടപ്പോ ശമ്മർ ഇബ്നു ദിൽജൗഷൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുന്തമറിഞ്ഞു എന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണു. ഉടനെ ഒരു വിളിയാളമുണ്ടായി. ഹുസൈൻ വീണിരിക്കുന്നു, അവന്റെ തലയറുത്തു മാറ്റുക. രക്തദാഹിയായ ഇബ്നു സിയാദ് തന്റെ വടിയെടുത്തുകൊണ്ട് പ്രവാചക പൗത്രന്റെ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിൽ കുത്തുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കവയ്യാതെ വയോവൃദ്ധനായ സ്വഹാബി വര്യൻ സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു അട്ടഹസിക്കുന്നുണ്ട്. ഇർഫഅ ഖദീബക് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബൈന ഹാതൈനി ശഫതൈൻ. നീ നിന്റെ ദണ്ട് ഉയർത്തണം. വടികൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിൽ കുത്തുമ്പോ സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു വയോവൃദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് പ്രകോപിതനായി പറയുകയാണ്, നീ നിന്റെ വടി ഉയർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുണ്ടുകൾക്കിടയിൽ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്ത് ക്രൂരതയാണ്, എന്ത് അക്രമമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബ്നു സിയാദ് അദ്ദേഹം അക്രമിയാണ്, സംശയമില്ല. അദ്ദേഹം പ്രതികരിച്ചു. ചരിത്രം കണ്ട തുല്യതയില്ലാത്ത അക്രമം എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ സംബന്ധിച്ച് നമ്മൾ പറയണം. അക്രമങ്ങൾ പലരോടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അക്രമം ചെയ്യുന്നത് പ്രവാചകന്റെ തോളിലും പ്രവാചകന്റെ ശരീരത്തിലും എപ്പോഴുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന പ്രവാചകന്റെ പൗത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹിക്കവയ്യാതെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇബ്നു സിയാദ് അദ്ദേഹത്തിനോട് പോലും പ്രകോപിതനായി എന്നിട്ട് ഇബ്നു സിയാദ് പറഞ്ഞു, ലൗലാ അന്നക ശൈഖുൻ ഖദ് ഖരിഖത് ലളറബതു അൻകക്. നീ ഒരു വൃദ്ധനായിരുന്നില്ല എങ്കിൽ, നീ ഒരു വയോവൃദ്ധനായിരുന്നില്ല എങ്കിൽ, നീ ഒരു കിഴവനായിരുന്നില്ല എങ്കിൽ നിന്റെ കഴുത്തും ഞാൻ വെട്ടിമാറ്റുമായിരുന്നു. ഈ ഘട്ടത്തിലാണ് സങ്കടത്തോടുകൂടി മഹാനായ സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്ക്, അയ്യുഹന്നാസ് അൻതും അൽ അബീദു ബഅദൽ യൗം ഖതൽതും ഇബ്ന ഫാത്തിമ വ അമർതും ഇബ്ന മർജാന ഫബുഅദൻ ലിമൻ റദിയ ബിദ്ദുല്ലി വൽ ആർ. മനുഷ്യരെ, ഇന്നേക്ക് ശേഷം നിങ്ങൾ അടിമകളാണ്. നിങ്ങൾക്ക് അന്തസ്സോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഫാത്തിമയുടെ പുത്രനെ വധിച്ചിരിക്കുന്നു, മർജാനയുടെ പുത്രനെ അധികാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫബുഅദൻ ലിമൻ റദിയ ബിദ്ദുല്ലി വൽ ആർ. അപമാനം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് നാശം. ഇന്നേക്ക് ശേഷം നിങ്ങൾ അപമാനം പേറുന്നവരാണ്. അയ്യുഹന്നാസ് അൻതുമുൽ അബീദു ബഅദൽ യൗം.
എന്താണ് നിങ്ങളുടെ അപമാനത്തിന്റെ കാരണം? നിങ്ങൾ ഫാത്തിമയുടെ പുത്രനെ വധിച്ചിരിക്കുന്നു, മർജാനയുടെ പുത്രനെ അക്രമിയായി ഒരുത്തൻ അധികാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നാശമെന്ന് പറയാ, അപമാനം പേറുന്ന നിങ്ങൾക്ക് നാശമെന്ന് പറയാ. സഹോദരങ്ങളെ, അറബികളെ ശപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സഹിക്കവയ്യാതെ പറഞ്ഞതാണ്. ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും ചരിത്രത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ സംഭവിച്ചത് കൊണ്ട് ആധുനികരായിട്ടുള്ള ചില ചരിത്രകാരന്മാർ, ആധുനികർ മാത്രമല്ല പിൽക്കാലക്കാരായ ചില ചരിത്രകാരന്മാരെ ആ ഒരു ചരിത്രത്തെ ചില വക്രീകരിച്ചുകൊണ്ടൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ നല്ല മനസ്സുകൊണ്ടാവാം. പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ചത് തന്നെ. ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിൽ ശരിയും തെറ്റുമുണ്ടാവും, അതിൽ നീതിയും അനീതിയും ഉണ്ടാവും. പക്ഷേ ചരിത്രത്തെ ചരിത്രമായി കാണുക എന്നുള്ളതാണ്. ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക, ആ അനീതികളിലേക്ക് കാലുകുത്താതിരിക്കാനുള്ള ഉണർവുണ്ടാവുക, അതിനാണ് ചരിത്രം വീണ്ടും പറയുന്നത്. അതുകൊണ്ട് ചരിത്രത്തെ ആവർത്തിച്ചുകൊണ്ട് റീറീഡിംഗ് ചെയ്യുക, പുനർവായന നടത്തുക എന്നതും പരമപ്രധാനമായിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചില ദിവ്യ വെളിപാടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടാവണം. പ്രവാചകൻ അത് തൻ്റെ അനുചരന്മാരിലേക്ക് കൈമാറിയിട്ടുണ്ടാവണം, സഹാബിമാരിലേക്ക്. അതായത് തൻ്റെ പൗത്രൻ വിധേയമാവാൻ പോകുന്ന വലിയ പരീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങളൊക്കെ തലമുറകളിലേക്ക് പ്രവാചകൻ കൈമാറിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം സുഫീൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ കർബല എന്ന പ്രദേശത്തോടു കൂടിയാണ് പോകുന്നത്. ആ പ്രദേശത്തെത്തുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അലി റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ലൗ അറഫ്തഹാ ഇബ്നു അബ്ബാസ് ലബകൈത ബുകാഇ. ഇബ്നു അബ്ബാസ്, ഞാൻ അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ നീയും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ കരയുന്നത് പോലെ നീയും കരയുമായിരുന്നു. എന്താണെന്നൊന്നും പറഞ്ഞില്ല. കർബലയിലേക്ക് നോക്കിക്കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കരയുന്നത് പോലെ നീയും കരയുമായിരുന്നു. സഹോദരങ്ങളെ, കർബലായിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമെന്നുള്ള മുന്നറിയിപ്പ് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. നമ്മളേവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് കർബല എന്ന് പറയുന്നത്. പിന്നെന്തിനാ അത് പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. പ്രവാചക പൗത്രനായതുകൊണ്ട് നമുക്ക് മറക്കാനും കഴിയില്ല, പ്രവാചക പൗത്രനായതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമ്മത്തിനിടയിൽ സ്പർദ്ധയും ഭിന്നിപ്പും മാത്രം വിളംബരം ചെയ്യുന്ന പോരാട്ടമല്ല. അതാണ് കർബലയെ വീണ്ടും അനുസ്മരിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കുറേ ഭിന്നിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഐക്യത്തിന്റെ ചരിത്രം മാത്രമല്ല, ഭിന്നിപ്പിന്റെ ചരിത്രവുമുണ്ട്. എന്നാളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല, അതല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കർബലയും ചില പാഠങ്ങൾ നൽകുന്നുണ്ട്, ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്താണ് കർബല നൽകുന്ന മുന്നറിയിപ്പുകൾ? ഏത് പദവിയിലെത്തിപ്പെട്ടാലും നിങ്ങൾ വിനയാന്വിതരായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അധികാരത്തിന്റെ ഗർവ് നിങ്ങളെ പിടികൂടാൻ പാടില്ല. അധികാരത്തിന്റെ ഗർവ് പിടികൂടിയപ്പോ യസീദിനെ, ഇബ്നു സിയാദിനെ ചരിത്രത്തിലെ ക്രൂരന്മാരിൽ ഏറ്റവും ക്രൂരൻ എന്ന് പറയേണ്ടി വരും. കാരണം അത്ര വലിയ ക്രൂരത ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഫിറഔന് പോലും ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാളോടല്ലല്ലോ ഫിറഔൻ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഫിറഔൻ അക്രമിയാണ്, ഏകാധിപതിയാണ്. പക്ഷേ പ്രവാചക പൗത്രനോടാണ് ഈ ക്രൂരത ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു? അധികാരത്തിന്റെ ഗർവും അഹങ്കാരവും പിടികൂടി എന്നുള്ളതാണ്. അധികാരത്തിന്റെ ഗർവും അഹങ്കാരവും ഒരു നേതാവിനെയും പിടികൂടാൻ പാടില്ല. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും തലക്കനമുണ്ടാവാൻ പാടില്ല എന്ന ഏറ്റവും വലിയ പാഠം കർബല നൽകുന്നുണ്ട്. ഒരു വേള ചിന്തിക്കണം, എന്തിനായിരുന്നു എല്ലാവരും ഉപദേശിച്ചിട്ടും തോറ്റുപോകുമെന്ന് ഭയപ്പെട്ടിട്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെട്ടത്? പ്രവാചകന്റെ ചുമലിൽ വളർന്ന പ്രവാചക പൗത്രനെ പാർലമെന്ററി വ്യാമോഹമുള്ളത് കൊണ്ടാണ്, അധികാര വ്യാമോഹമുള്ളത് കൊണ്ടാണ് പുറപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ആരും മനസ്സിലാക്കുകയും ചെയ്തത്. മറിച്ച് സാമൂഹിക ഘടനയുടെ ജനാധിപത്യ മുഖം അത് നഷ്ടപ്പെട്ടപ്പോ ഒരു പൊളിച്ചെഴുത്തുണ്ടാവേണ്ടതുണ്ട്.
ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ്വ എന്നതാണ് ഇസ്ലാമിക സാമൂഹിക ഘടനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഏകാധിപത്യത്തിൽ നിന്ന് ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ്വയിലേക്ക് ഈ സാമൂഹിക ഘടനയെ തിരിച്ചു കൊണ്ടുപോകണം. അതിനുവേണ്ടിയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുറപ്പാടെന്ന് പറയുന്നത്. ഒരു പുതിയ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കുകയായിരുന്നില്ല അദ്ദേഹം, മറിച്ച് മുസ്ലിം സാമൂഹിക ഘടനയിലേക്ക് ഒരു ഘട്ടത്തിൽ കടന്നു വന്ന ബിദ്അത്തിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. മതപരമായ ബിദ്അത്തുകളെ ചോദ്യം ചെയ്യാൻ നമ്മളിൽ പലരും എത്ര വലിയ ജാഗ്രതയാണ് കാണിക്കാറുള്ളത്. പലപ്പോഴും ശാഖാപരമായ കാര്യങ്ങളെപ്പോലും ബിദ്അത്തായി ചിത്രീകരിച്ചുകൊണ്ട് കൈ എവിടെ കെട്ടണം, അതുപോലെ പ്രഭാത നമസ്കാരത്തിൽ കുനൂത്തോതണോ എന്നിത്യാദി കാര്യങ്ങളെല്ലാം ചർവണം നടത്തുന്ന ആളുകൾ. കാരണം ബിദ്അത്തിന്റെ ഗൗരവമാണ് ഒരുപക്ഷെ അത്തരം ചർച്ചകളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് കടന്നുകൂടിയ ആദ്യത്തെ ബിദ്അത്തായിരുന്നു ഖിലാഫത്തിനെ മുലൂക്കിയത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അതിനെതിരെയായിരുന്നു മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അധികാരത്തിലേക്ക് എത്തിപ്പെട്ട ഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൽ മലിക്, രാജാവേ അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. അവിടെയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവോട് മുആവിയ, അമീർ മുആവിയ ചോദിക്കുന്നത്, ജനഹിത പ്രകാരമല്ലേ? എന്താണ് ചോദിക്കുന്നത്? എന്താണ് അമീർ മുആവിയ ചോദിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അയ്യുഹൽ മലിക് എന്ന് വിളിച്ചു? അമീറുൽ മുഅ്മിനീൻ എന്ന് എന്തുകൊണ്ട് എന്നെ നിങ്ങൾ വിളിച്ചില്ല? നേരത്തെ കഴിഞ്ഞുപോയ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഇവരെയെല്ലാം അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിരുന്നു നിങ്ങൾ. എന്ന് നിങ്ങൾ എന്നെ അയ്യുഹൽ മലിക് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അവിടെയാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അതായത് നിങ്ങൾ ജനഹിത പ്രകാരമല്ലല്ലോ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരോരോരുത്തരും അധികാരത്തിലേക്ക് വന്ന ഒരു ജനാധിപത്യ ശൂറാമുഖം ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് അവരൊക്കെ അധികാരത്തിലേക്ക് വന്നത്. മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരമാണ് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവരെല്ലാവരും അധികാരത്തിലേക്ക് വന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ മുന്നോടിയായി ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 6 അംഗ സംഘം ഉണ്ടാക്കി. അതോടുകൂടി ഇസ്ലാമിക സമൂഹം കുറച്ചുകൂടി ബൃഹത്തായി വലുതായി ഒരു 6 അംഗ സമിതി ഉണ്ടാക്കി. ആ 6 അംഗ സമിതിയിൽ പ്രഗത്ഭരായ അന്നത്തെ സ്വഹാബിമാരായിരുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു കൂടി ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഖലീഫയാകാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നും പറയേണ്ടി വരും. പക്ഷേ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബ്ദുള്ളയുമായിട്ട് നിങ്ങൾക്ക് കൂടിയാലോചിക്കാം, പക്ഷേ അബ്ദുള്ളയെ ഖലീഫയാക്കാൻ പാടില്ല. കാരണം എന്താ? ഖത്താബിന്റെ കുടുംബത്തിന് ഖിലാഫത്ത് ഒരു നന്മയായിരുന്നുവെങ്കിൽ ആ നന്മ ലഭിച്ചിരിക്കുന്നു ഖത്താബിന്റെ കുടുംബത്തിന്. ഇനി അതല്ല, ഖത്താബിന്റെ കുടുംബം ഇതിന്റെ പേരിൽ പടച്ചവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാണ് പോകുന്നതെങ്കിൽ ഖത്താബിന്റെ കുടുംബത്തിൽ നിന്ന് ഈ പാപഭാരം രണ്ടാമത് ഒരാൾ കൂടി ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ ഒരിക്കലും നിങ്ങൾ ഖലീഫയാക്കാൻ പാടില്ല എന്നതായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഉപദേശം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അപ്പൊ ഇസ്ലാമിക ഖിലാഫത്തിനുണ്ടായിരുന്ന ഒരു ജനാധിപത്യ ശൂറാമുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടിയാലോചിച്ചുകൊണ്ട് സമൂഹത്തിലെ ഭൂരിപക്ഷം സ്വഹാബിമാരുടെയും അഭിപ്രായം അനുസരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ അവരിലുള്ള ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട്, പലപ്പോഴും മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് എന്ന് തന്നെ പറയണം അധികാരത്തിലേക്ക് ഖലീഫമാര് വന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ അങ്ങയുടെ അധികാരാരോഹണം എന്നതായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. സഹോദരങ്ങളെ, ആ മുഖം മാത്രമല്ല നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കൂടിയാലോചന നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബൈത്തുൽ മാലിന്റെ പൊതു ഖജനാവിന്റെ സുതാര്യത നഷ്ടപ്പെട്ടു. പൊതു ഖജനാവിൽ നിന്ന് ആളുകൾ കൈയിട്ട് വാരാൻ തുടങ്ങി. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത്തിയൂനി, നിങ്ങൾ എന്നെ അനുസരിക്കണം. കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റുന്നുകൊണ്ട് പറയാണ്, എനിക്ക് സൗകര്യമില്ല, എനിക്ക് അങ്ങയെ അനുസരിക്കാൻ സൗകര്യമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി വിശദീകരിക്കാൻ തുടങ്ങി. അതായത് ബൈത്തുൽ മാലിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് നിങ്ങൾ വസ്ത്രം തുന്നാനുള്ള ശീല വിതരണം ചെയ്തിരുന്നു.
വസ്ത്രം തുന്നാനുള്ള വസ്ത്രത്തിനുള്ള ശീലതങ്ങൾ വിതരണം ചെയ്തപ്പോ ഞങ്ങൾ അതുകൊണ്ടൊക്കെ വസ്ത്രം തുന്നി. പക്ഷേ ഞങ്ങൾ വസ്ത്രം തുന്നിയപ്പോ ഞങ്ങൾക്ക് താങ്കൾ ധരിച്ചതുപോലെയുള്ള ഒരു നീളൻ കുപ്പായമൊന്നും ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഔറത്ത് മറക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ധരിക്കാൻ കഴിഞ്ഞു, അതേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. പക്ഷെ നിങ്ങളിതാ ഒരു പുതിയ നീളൻ കുപ്പായം ധരിച്ചിരിക്കുന്നു. അതിനുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഞങ്ങൾക്കറിയണം. അതാണ് ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിന്റെ സുതാര്യത എന്ന് പറയുന്നത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയണം. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എഴുന്നേറ്റുകൊണ്ട് പറയുന്നത്, അത് എനിക്ക് കിട്ടിയതാണ്, എനിക്ക് കിട്ടിയത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് ഞാൻ പിതാവിന് നൽകിയപ്പോ പിതാവിന് നീളം കുപ്പായം തുന്നിയതാണ്. എൻ്റെ പിതാവിനും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത് നമുക്കൊക്കെ ലഭിച്ചതുപോലെ അത്രേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയത് കൂടി ഞാൻ പിതാവിന് കൊടുത്തപ്പോ പിതാവ് അതുകൊണ്ടൊരു നീളൻ കുപ്പായം തുന്നിയതാണ്. അതാണ് ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിന്റെ സുതാര്യത എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം പ്രവാചകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടിങ്ങനെ നടക്കുക. അപ്പോൾ വഴിയിലൊരു കാരക്ക കണ്ടു, അതെടുത്ത് ഹസൻ വായിലിട്ടു. പ്രവാചകൻ ഛർദ്ദിപ്പിക്കുകയാണ്, ഛർദ്ദിക്കണം. നമ്മൾ പ്രവാചക കുടുംബം ദാനധർമ്മം സകാത്തിന്റെ ധനത്തിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് നിനക്കറിയാമല്ലോ, ഛർദ്ദിക്കണം. ആ ഒരു സാമ്പത്തിക സുതാര്യത ഇപ്പറയുന്ന സാമൂഹിക ഘടനയ്ക്ക് നഷ്ടപ്പെട്ടു. അതൊക്കെയാണ് ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറിപ്പോയപ്പോൾ സംഭവിച്ചത്. യസീദ് തന്റെ സ്തുതിപാഠകർക്കും റാൻമൂളികൾക്കും രമ്യഹർമ്മങ്ങളും വലിയ കൊട്ടാരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പൊതുഖജനാവിനെ തീരെഴുതി കൊടുത്തപ്പോ അതിൽ നിന്ന് പണം ദുർവിനിയോഗം ചെയ്തപ്പോഴാണ് ഇത് തിരുത്തപ്പെടേണ്ട സംഗതിയാണ്. ഇതിങ്ങനെ പോവാൻ പറ്റില്ല. അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യം നിങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആനിന്റെ നിർദ്ദേശത്തെയും മഹാന്മാരായ പ്രവാചകനടക്കം ഖുലഫാഉർ റാഷിദുകളടക്കമുള്ള മുൻഗാമികളുടെയും ചെയ്തികളെയും മാതൃകകളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ സ്തുതിപാഠകർക്കും റാൻമൂളികൾക്കും ദുരുപയോഗം ചെയ്യാൻ പൊതുഖജനാവിൽ നിന്ന് പണമൊടുക്കിയപ്പോ അതിനെ ചോദ്യം ചെയ്യാനായിരുന്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. കൂടിയാലോചിക്കണം എന്നതാണ് ഖുർആനിന്റെ കൽപ്പന എങ്കിൽ പാണ്ഡിത്യവും തഖ്വയുമുള്ള സ്വഹാബിമാര് ജീവിച്ചിരിക്കുമ്പോ അവരോടൊന്നും കൂടിയാലോചിക്കാതെ തന്റെ റാൻമൂളികളോടായിരുന്നു, തന്റെ സ്തുതിപാഠകരോടായിരുന്നു കൂടിയാലോചിച്ചത്. ഇനി അധികാരത്തിലേക്ക് വരുന്നതും അങ്ങനെയാണ്. ഏകാധിപത്യ ശൈലിയിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പോലുള്ള യസീദിന്റെ ഗവർണർമാർ വിഷന്തുപ്പുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി കൂഫയിൽ ഒരുമിച്ച് കൂടിയ 10,000 അഭിമുഖീകരിച്ചുകൊണ്ട് ഹജ്ജാജ് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനഅത് വഹാന കിതാബുഹാ വഇന്നി ലസ്വാഹിബുഹാ. ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനഅത്, പാകമായ ചില തലകൾ ഞാൻ കാണുന്നു. പ്രകോപന പ്രസംഗങ്ങൾ നടത്തി ഭരണാധികാരിക്ക് കീഴ്പ്പെടുത്തുകയാണ് ജനങ്ങളെ. പാകമായ ചില തലകളെ ഞാൻ കാണുന്നു. വഹാന കിതാബുഹാ, അതിനെ പറിച്ചെടുക്കാനായിരിക്കുന്നു. വഇന്നീല സ്വാഹിബുഹാ, അതിനെ പറിച്ചെടുക്കുന്നവൻ നിശ്ചയം ഞാൻ തന്നെയാകും. ഇത്തരം ബീഭത്സമായ ഭീകരമായ ഏകാധിപത്യപരമായ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പല നിലപാടുകളും സ്വീകരിക്കാമായിരുന്നു. ഒന്ന്, ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് നിശബ്ദനായി ഭരണകൂടത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ, വല്ല ഗവർണർ പദവി, എവിടെയെങ്കിലുമൊക്കെ പ്രദേശത്തിന്റെ ഗവർണർ പദവി ലഭിച്ചാൽ അതുകൊണ്ട് തൃപ്തനായിക്കൊണ്ട് ഭരണകൂടത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു സ്തുതിപാഠകനായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരു വഴിയായിരുന്നു. രണ്ടാമത്തെ വഴി എന്ന് പറയുന്ന അധികാര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ഒരു ഏകാന്ത ജീവിതം അദ്ദേഹത്തിന് നയിക്കാമായിരുന്നു. ഈ രണ്ട് വഴിയും ശരിയുടെ വഴിയല്ലെന്ന് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഈ അധർമ്മത്തിനെതിരെ, ഈ അനീതിക്കെതിരെ ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. അതാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ എന്ന് പറയുന്നത്. സത്യവും നീതിയും ഗളച്ഛേദം ചെയ്യപ്പെടുമ്പോ നിശബ്ദത പാലിക്കുന്നവൻ ഊമയായ പിശാചാണെന്നാണ് തന്റെ വല്ലുപ്പ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നുവെന്ന് നമുക്ക് ബോധ്യമാവും. തിന്മക്കെതിരെ, അധർമ്മത്തിന്റെ തേർവാഴ്ചക്കെതിരെ നിങ്ങൾ നിശബ്ദരാവരുത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി.
നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ കൈകൊണ്ട് സാധിക്കില്ലെങ്കിൽ നാവ് കൊണ്ടും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ തടയണം. വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ചെറിയൊരു അംശമെങ്കിലും ഹൃദയത്തിലുള്ളവർ അതാണ് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നിസ്സാര തിന്മകളെ മാത്രമല്ല എതിർക്കേണ്ടത്, മറിച്ച് നമുക്കറിയാം രാജ്യത്തിന് ലക്കും ലഗാനുമില്ലാതെ ഫാസിസ്റ്റ് തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അസമിലെ മുസ്ലിങ്ങളെ സ്വഗ്രാമങ്ങളിൽ നിന്നും മാട്ടിപ്പായിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിനിടെ 4000-ലധികം വീടുകൾ തകർത്തെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വീടുകൾക്ക് പുറമെ മദ്രസകളും പള്ളികളും ഈദ്ഗാഹുകളുമെല്ലാം തകർത്ത് കളഞ്ഞു. അസമടക്കമുള്ള സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഫാസിസ്റ്റ് വെല്ലുവിളികളുണ്ട്. അസമിലടക്കം മണിപ്പൂരിലടക്കം ധാരാളം സംസ്ഥാനങ്ങളിൽ ഇത്തരം അക്രമങ്ങളും ഇത്തരം അനീതികളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്രമത്തെയും അനീതികളെയും ഭയാശങ്കകളില്ലാതെ എതിർക്കാൻ കർബലയുടെ ചരിത്രം, മുഹറമിന്റെ ചരിത്രം നമുക്ക് പ്രചോദനമാവണം. അള്ളാഹു ഫാസിസ്റ്റ് തേർവാഴ്ചകളിൽ നിന്ന് ഈ രാജ്യത്തെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനി നാം ചുരുക്കി പറയുന്നത് മലയാളിയായ ഒരു പെൺകുട്ടിയുടെ യമനിലെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. വിട്ടുവീഴ്ചയുടെയും വിശാലതയുടേതുമായ സമീപനമാണ് ഇസ്ലാം എല്ലായിടത്തും മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ്. ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ടെങ്കിലും വിട്ടുവീഴ്ച നൽകാൻ ആ കുടുംബത്തിന് സാധ്യമാവട്ടെ എന്നതാവണം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതേസമയം വലിയ കുറ്റകൃത്യമായിരുന്നു ആ പെൺകുട്ടി ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ നടത്തിയ കൊലപാതകം ഒരുപക്ഷെ നിവൃത്തികേട് കൊണ്ട് ചെയ്തതാവാം. പക്ഷേ കൊല നടത്തിയ വ്യക്തിയെ കഷ്ണങ്ങളാക്കി ചാക്കിലാക്കി മനുഷ്യർ വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഈ കുറ്റകൃത്യത്തെ ഒളിപ്പിച്ചുകൊണ്ട് അവരെങ്ങോ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതെല്ലാം വലിയ ക്രൂരതയും മനുഷ്യത്വരഹിതമായ അക്രമവുമാണെന്ന കാര്യത്തിൽ, കുറ്റകൃത്യവുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം വഴങ്ങുന്നില്ല എങ്കിൽ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല. അതേസമയം 2018 മുതൽ കൊല നടത്തിയ പെൺകുട്ടി യമനിലെ സെൻട്രൽ ജയിലിൽ അവിടെ അറസ്റ്റഡാണ്. ജയിൽവാസം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 വർഷക്കാലത്തെ ശിക്ഷ അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. ചെയ്തു പോയ കാര്യത്തിൽ വലിയ കുറ്റബോധം അവർക്കുണ്ട് എന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വിശാലമായ സമീപനം, കൂടുതൽ മനുഷ്യത്വപരമായ സമീപനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാനവികതയുടെ വലിയ മാതൃകയായിട്ട് ആ കുടുംബം വിലയിരുത്തപ്പെടുമെന്ന് മാത്രമല്ല, കേവലം ശിക്ഷാമുറകൾ മാത്രമല്ല, വിട്ടുവീഴ്ചയും വിശാലതയുമെല്ലാം ഇസ്ലാമിന്റെ വലിയ ഗുണങ്ങൾ തന്നെയാണെന്ന് ലോകം മനസ്സിലാക്കാനും ഈ സംഭവം ഒരു കാരണമാവും എന്നുള്ളതാണ്. ഖുർആന്റെ നിലപാടും അങ്ങനെ തന്നെയാണല്ലോ. പ്രതിക്രിയകളെ സംബന്ധിച്ച് സവിസ്തരം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഖുർആൻ പറയുകയാണ്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. നിങ്ങളുടെ സഹോദരൻ അയാൾക്ക് വിട്ടുവീഴ്ച കൊടുത്താൽ, സഹോദരനിൽ നിന്ന് വിട്ടുവീഴ്ച ലഭിച്ചാൽ, അതല്ലെങ്കിൽ രക്ഷാധികാരികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ വിട്ടുവീഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, നല്ല നിലയിൽ അതിനെ പിന്തുടരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല നിലയിൽ അത് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. ബ്ലഡ് മണിയുടെയോ മറ്റോ ഒക്കെ അടിസ്ഥാനത്തിലും വിട്ടുവീഴ്ച വരാം. അപ്പോൾ ബ്ലഡ് മണിയെല്ലാം കൃത്യമായിട്ട് തന്നെ നൽകേണ്ടതുണ്ടെന്ന് ഖുർആൻ പറയുകയാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, അത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ലഘൂകരണമാണ്. നിയമത്തിലെ ഇളവാണ്, അതല്ലെങ്കിൽ ലഘൂകരണമാണ്. രക്ഷിതാവിന്റെ കാരുണ്യമാണ്. അത് ഇസ്ലാമിന്റെ കാരുണ്യമുഖവും പ്രദർശിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഫമൻ യഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, ഖുർആൻ പറയാണ്. ആ ബ്ലഡ് മണിയെല്ലാം സ്വീകരിച്ചതിന് ശേഷം വീണ്ടും അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ ബ്ലഡ് മണി സ്വീകരിക്കുക, അതല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നതൊക്കെ പറയുന്നത് ഈ ഖിസാസിന്റെ തന്നെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക നിയമം അതിന് മാത്രം വിശാലവും ഇസ്ലാമിക നിയമം അതിന് മാത്രം സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായതാണെന്ന് മനസ്സിലാക്കുന്നതിനും ഈ സംഭവം ഒരു നിമിത്തമായിട്ട് മാറുന്നുവെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇതിൽ ഖൈറായത് എന്താണോ ആ ഖൈറിനെ അല്ലാഹു തആല നടപ്പിലാക്കട്ടെ. കാരണം ഏറ്റവും ഖൈറായത് പടച്ചവന് മാത്രമാണ് അറിയുക. ആ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.